ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ഇംഗ്ലീഷ് ടൈം. 6ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ് എന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ ലെറ്റ്സ് റീവിസിറ്റ് ദ സ്റ്റോറി എന്ന ഭാഗം. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഹൗ ഡിഡ് ദ വൈസ് മാൻ ട്രൈ ടു ഫൈൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി കോൺ? വൈസ്മാൻ, ബുദ്ധിയുള്ള പണ്ഡിതന്മാർ, അവർ എങ്ങനെയാണ് ധാന്യത്തിൻ്റെ ഡീറ്റെയിൽസ് കണ്ടെത്താൻ ശ്രമിച്ചത്? ആൻസർ: ദ വൈസ്മാൻ ട്രൈഡ് ടു ഗെറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി കോൺ ബൈ പൗണ്ടഡ് ഓവർ ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ, ബട്ട് ദേ ഫെയിൽഡ് ടു കം ഔട്ട് വിത്ത് എനി ഡീറ്റെയിൽസ്. So they referred in their books and searched any information about the corn. അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളിലെല്ലാം അന്വേഷിച്ചു. They could not find any details about it from the books. ബുക്സിൽ നിന്നും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ലഭിച്ചില്ല. So they approached the king and said that their books did not contain any details about the grain. ആ ധാന്യത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും അവരുടെ പുസ്തകത്തിലില്ല എന്നവർ രാജാവിനോട് പറഞ്ഞു. At last they suggested that peasants might have information about the grain. കർഷകർക്ക് അതിനെക്കുറിച്ചുള്ള വിവരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അവർ രാജാവിനോട് പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വൈ വാസ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഹെൽത്തിയർ ദാൻ ഹിസ് സൺ ആൻഡ് ഗ്രാൻഡ് സൺ? ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിൻ്റെ മകനേക്കാളും ഗ്രാൻഡ് സണ്ണിനേക്കാളും കൂടുതൽ ഹെൽത്തി ആവാനുള്ള കാരണം എന്താണ്? ആൻസർ: ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വാസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ലിവ്ഡ് ബൈ ഹിസ് ഓൺ ലേബർ. സ്വന്തം അധ്വാനിച്ചിട്ട്, കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ജീവിക്കുന്നത്. ഇൻ ഹിസ് പീരിയഡ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് വേർ കൾട്ടിവേറ്റഡ് ബൈ നാച്ചുറൽ ആൻഡ് ഓർഗാനിക് മെത്തേഡ്. നാച്ചുറൽ, പ്രകൃതിപരമായിട്ടും ഓർഗാനിക് രീതിയിലുമാണ് അന്ന് അവരുടെ കാലത്ത് കൃഷി ചെയ്തിരുന്നത്. ദ നെവർ യൂസ്ഡ് പെസ്റ്റിസൈഡ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ടു ഗെറ്റ് ഗുഡ് ഹാർവസ്റ്റ്. The vegetables and fruits harvested from the grandfather's farm were fresh and delicious. This pesticide free. അവരുടെ കാലത്ത് കീടനാശിനിയൊന്നും ഉപയോഗിക്കാത്ത, അതിൽ നിന്നൊക്കെ മുക്തമായ വെജിറ്റബിളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതാണ് അവർ കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ അവർക്ക് നല്ല ഫ്രഷും ഡിലീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതിൽ നിന്നും ലഭിക്കും. This pesticide-free product and hard work helped the grandfather to maintain their good health. Compared to great-grandfather, his son and grandson were less hard-working. ഹാർഡ് കുറവായിട്ടുള്ള കുട്ടിയേക്കാളും ഗ്രാൻഡ് സണ്ണിനേക്കാളും കൂടുതൽ ആരോഗ്യമുണ്ടാവാനുള്ള കാരണം ഈ കഠിനാധ്വാനവും നല്ല ഭക്ഷണവും ആയിരുന്നു. Third question: how did the king become aware of the merits of labor at the end of the story? രാജാവിന് എങ്ങനെയാണ് അധ്വാനത്തിൻ്റെ നേട്ടങ്ങൾ മനസ്സിലായത്? സ്റ്റോറിയുടെ അവസാനത്തിൽ: when the great grandfather explained their lifestyle and motto of their life, the king understood the merits of labor. During his time, അദ്ദേഹത്തിൻ്റെ കാലസമയത്ത് men lived by their own labor. ലേബർ വാസ് കൺസിഡേർഡ് ദെയർ ഓൺലി വെൽത്ത്. കഠിനാധ്വാനമാണ് അവരുടെ വെൽത്തായിട്ട് പരിഗണിച്ചിരുന്നത്. ദ ലിവ്ഡ് അക്കോർഡിംഗ് ടു ദ ഗോഡ്സ് ലോ. ദ വർ സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് വാസ് ദെയർ ഓൺ ആൻഡ് നെവർ ഡിസയർ അതേഴ്സ് പ്രൊഡക്റ്റ്. മറ്റുള്ളവരുടെ പ്രൊഡക്റ്റിൽ അവർ ഒരിക്കലും ഡിസയർ ആയിരുന്നില്ല. ദ വർക്ക്ഡ് ഹാർഡ് വിത്ത് സെൽഫ്ലെസ് മോട്ടീവ് ടു ഏൺ ദെയർ ഡെയിലി ബ്രെഡ്. ഓരോ ദിവസത്തെ അന്നാന്നത്തെ ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു അവർ അധ്വാനിച്ചിരുന്നത്. ദിസ് മെയ്ഡ് ദം ഹെൽത്തി ആൻഡ് ഹാപ്പി കമ്പയർഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അടുത്ത ജനറേഷനോട് കമ്പയർ ചെയ്യുമ്പം ഇത് വളരെ ഹെൽത്തിയും അതുപോലെ ഹാപ്പിയുമായിരുന്നു. ഹൗ വാസ് ദ ലൈഫ്സ് ഓഫ് ദി പീപ്പിൾ ഇൻ ഓൾഡൻ ഡേയ്സ്? In olden days, people worked hard for good harvest. Money was not in use. They were not bothered about earning.
ആൻഡ് സേവിങ് മണി. പണം സമ്പാദിക്കുക, പണം സൂക്ഷിക്കുക എന്നുള്ള ഒരു ചിന്ത അവർക്കില്ലായിരുന്നു. അന്നത്തെ കാലത്ത് ക്യാഷ് ഉപയോഗത്തിലില്ലായിരുന്നു. ദെയർ ഫീൽഡ് വാസ് ഗോഡ്സ് എർത്ത്. വെറെവർ ദേ വർക്ക്ഡ് ഇറ്റ് വാസ് എ തിങ് നോ മാൻ കോൾഡ് ഹിസ് ഓൺ. ലേബർ വാസ് ദ ഓൺലി തിങ് മാൻ കോൾഡ് ദെയർ ഓൺ. എവിടെ കൃഷി ചെയ്യുന്നു അത് അവരുടെ ഭൂമിയാണ്. In that time, men lived according to the God's law. They were healthy also. They had what was their own and covered not what other had produced. മറ്റുള്ളവരെന്ത് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിലേക്ക് അവർ നോക്കുന്നില്ല. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് വേണ്ടത് അവരെന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. ഇതാണ് ക്വസ്റ്റ്യൻസ്. ഇനി ഇതിലുള്ള ആക്ടിവിറ്റി നോക്കാം. Activity 1. The journey of the big grain of corn started when the children playing found the corn in a ravine and ended when it reached the old peasant grandfather, who unfolded the details about the grain. Let's complete the journey of the big grain of corn by filling in the empty boxes. ഇവിടെ കുറച്ച് ബോക്സുകൾ കാലിയാക്കി കൊടുത്തിട്ടുണ്ട്. ആ ബോക്സുകളിൽ ഈ വലിയ ധാന്യത്തിൻ്റെ ഡീറ്റെയിൽസ്, അതിനെ തേടിയുള്ള അന്വേഷണം ചെന്നത് കുറിച്ചുള്ളതാണ്. അപ്പോൾ ആദ്യം ചിൽഡ്രൻ, കുട്ടികളുടെ അടുത്താണ് ആദ്യം ഇത് ലഭിച്ചത്. പിന്നെ അവരിൽ നിന്നും ആർക്കാണ് ലഭിച്ചത്? ഒരു ട്രാവലർ. അത് കഴിഞ്ഞിട്ട് കിങ്. അത് കഴിഞ്ഞിട്ട് കിങ് അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന് കൊടുത്തു, വൈസ് മാൻ. അവർ ഓൾഡ് പീസൻറ്റിനെ ഏൽപ്പിച്ചു. അവർ പീസൻസ് ഫാദർ. പിന്നെ ലാസ്റ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഈ ഓർഡറിലാണ് അത് എഴുതേണ്ടത്. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി. ദ കിങ് സെൻഡ് ഫോർ ദ ഓൾഡ് മാൻസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഹി വാസ് brought before the king. The king showed him the grain. The great grandfather looked at it and smiled. Imagine and write the possible conversation between king and the great grandfather. ആ സമയത്ത് ഗ്രാൻഡ് ഫാദറും കിങ്ങും തമ്മിലുണ്ടായ കോൺവെർസേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. കിങ്: ഡിയർ ഗ്രാൻഡ് ഫാദർ, ക്യാൻ യു ടെൽ മീ വേർ ദിസ് കോൺ വാസ് ഗ്രോൺ? ഇതെവിടെ വളരുന്നത് എന്ന് പറയാൻ കഴിയുമോ? ആരാ ചോദിക്കുന്നത്? രാജാവ് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മളെന്ത് മറുപടി പറയും? യെസ്, ഇത് എൻ്റെ സമയത്ത്, ഞാൻ കൃഷി ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ദ കോൺ ലൈക്ക് ദിസ് യൂസ്ഡ് ടു ഗ്രോ എവ്രിവെയർ ഇൻ മൈ ടൈം. എൻ്റെ കാലത്ത് എല്ലായിടത്തും ഉപയോഗിച്ചിരുന്നതാണിത്. അപ്പോൾ രാജാവ്, ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, കള്ളം പറയാണോ എന്നൊക്കെ ചോദിക്കാം. മൈ ഗോഡ്, ഐ ക്യാൻ ബിലീവ് ഇറ്റ്. ആറിൻറ്റ് യു ലൈങ്? അപ്പോൾ അതിന് മറുപടിയായിട്ട് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പറയും, മൈ ലോർഡ്, ഐ എം നോട്ട് ടെല്ലിങ് എ ലൈ. ഞാനൊരു കള്ളം പറയുന്നില്ല, ഇറ്റ് ഈസ് എ ഫാക്റ്റ്, ഒരു വാസ്തവമാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് രാജാവ്, ഐ ക്യാൻ ഇമാജിൻ ദാറ്റ് സച്ച് എ ബിഗ് കോൺ ഇൻ യുവർ ഫാം. എനിക്ക് ഇത്തരത്തിലുള്ള വലിയൊരു ബിഗ് കോൺ നിങ്ങളുടെ ഫാമിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. ഐ കനോട്ട് ഇമാജിൻ ദാറ്റ് സച്ച് എ ബിഗ് കോൺ ഇൻ യുവർ ഫാം. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയും, ഇൻ മൈ യൂത്ത്, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ മൈ ഫാദർ സോഡ് ഗ്രെയിൻ ഓഫ് ദിസ് കോൺ ആൻഡ് ലിവ്ഡ് ബൈ ദെയർ ഓൺ ലേബർ. അവർ ഇത്തരത്തിലുള്ള വലിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിട്ട് അവരവരുടെ സ്വന്തം അധ്വാനത്തിലാണ് ജീവിച്ചത്. ഇൻ മൈ യൂത്ത് മൈ ഫാദർ സോഡ് ഗ്രെയിൻ ഓഫ് ദിസ് കോൺ ആൻഡ് ലിവ്ഡ് ബൈ ദെയർ ഓൺ ലേബർ. അപ്പോൾ കിങ്ങിൻ്റെ മറുപടി, ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി, ബട്ട് വൈ ദിസ് കോൺ വേർ ഡിസപ്പിയർഡ് ഫ്രം എർത്ത്? എങ്ങനെയാണ് ഇത് ഇവിടെ നിന്ന് അപ്രത്യക്ഷമായത്? ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി, ബട്ട് വൈ ദിസ് കോൺ വേർ ഡിസപ്പിയർഡ് ഫ്രം എർത്ത്? ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മറുപടി പറയും, ഇൻ മൈ ടൈം പീപ്പിൾ വർക്ക്ഡ് ഹാർഡ് ഫോർ ഗുഡ് ഹാർവസ്റ്റ്. ദേ ലിവ്ഡ് അക്കോർഡിംഗ് ടു ദ ഗോഡ്സ് ലോ. കിങ്: യെസ്, യു ആർ വെരി ലക്കി ടു ലിവ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയതിൽ നിങ്ങൾ വലിയ ഭാഗ്യം ചെയ്ത ആളാണ്. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ: യെസ് മൈ ലോർഡ്, ഐ ആം പ്രൗഡ് ടു ലിവ് അറ്റ് ദാറ്റ് ടൈം. ആ രൂപത്തിൽ നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാം. ഇനി ആക്ടിവിറ്റി 3, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് കെയർഫുള്ളി. ഇവിടെ 2 പിക്ചർ കൊടുത്തിരിക്കുന്നു, ബാസ്ക്കറ്റ് എ, ബാസ്ക്കറ്റ് ബി. ഈ പിക്ചർ നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുക. ഡു യു സീ ഫ്ലൈസ് ഹോവറിങ് ഓവർ ദ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് എ?
ബാസ്ക്കറ്റ് എയിൽ നമുക്ക് ധാരാളം ഫ്ലൈസ്, ധാരാളം പ്രാണികൾ മുകളിൽ ഇങ്ങനെ പാറി നടക്കുന്നത് കാണാം. വൈ ഡു യു തിങ്ക് ദർ ആർ നോ ഫ്ലൈസ് അറൗണ്ട് ദ ഫ്രൂട്ട് ഇൻ ബാസ്ക്കറ്റ് ബി? എന്തുകൊണ്ട് ബാസ്ക്കറ്റ് ബിയിൽ ഇതുപോലെ ഫ്ലൈസ് ഇല്ല? ഡിസ്കസ് ആൻഡ് റൈറ്റ്. അതെന്താ കാരണം? സാധാരണ പ്രാണികളൊക്കെ ഉണ്ടാവാറ് എല്ലാ ഭക്ഷണത്തിലും പ്രാണികൾ ഉണ്ടാകും. പക്ഷേ വിഷപദാർത്ഥങ്ങൾ ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ കീടനാശിനി ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്ത വസ്തുക്കളിൽ അവിടെ ഈ ഫ്ലൈസുകൾ ഉണ്ടാവില്ല. അവിടെ പ്രാണികൾ വന്നിരിക്കില്ല, ഈച്ച ഉണ്ടാവില്ല, മറ്റു പ്രാണികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ രൂപത്തിലാണ് ഇവിടെ ഉത്തരം എഴുതേണ്ടത്. യെസ്, ഇവിടെ ആ രൂപത്തിൽ ഉത്തരം എഴുതാം. ഇൻ എബോ പിക്ചർ ഫ്ലൈസ് ആർ അട്രാക്റ്റഡ് ഓൺലി ടു ദ ബാസ്ക്കറ്റ് എ. ബോത്ത് ദ എ ആൻഡ് ബി ബാസ്ക്കറ്റ്സ് കണ്ടെയ്ൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ്. വ്യത്യസ്തമായ ഫ്രൂട്ട്സുകളാണ് രണ്ടിലും ഉള്ളത്. ഫ്രൂട്ട്സ് ഇൻ ദ ബാസ്ക്കറ്റ് എ സീം ടു ബി ഫ്രഷ് ആൻഡ് പെസ്റ്റിസൈഡ് ഫ്രീ. ബാസ്ക്കറ്റ് എയിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സാണ്, അതുപോലെ കീടനാശിനി ഇല്ലാത്തതാണ്. ഫ്ലൈസ് ആർ നോർമലി അട്രാക്റ്റഡ് ടു ഓൾ ഫ്രൂട്ട്സ് ബിക്കോസ് ദ ലിവ് ബൈ സക്കിംഗ് ജ്യൂസ് ഫ്രം ദ ഫ്രൂട്ട്. പഴങ്ങളിൽ നിന്ന് പ്രാണികൾ പഴങ്ങളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ എല്ലാ പഴങ്ങളിലേക്കും പ്രാണികൾ അട്രാക്റ്റ് ചെയ്യും. ബട്ട് ദ ഫ്ലൈസ് ക്യാൻ ഈസി ഡിസ്റ്റിങ്വിഷ് ഹാംഫുൾ ഫ്രൂട്ട്സ്. പക്ഷേ വിഷപദാർത്ഥങ്ങളുള്ള അതിലേക്ക് അവർക്ക് പോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ദ ഫ്രൂട്ട്സ് ഇൻ ദ ബാസ്ക്കറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ നാച്ചുറൽ മെത്തേഡ്, സോ ദ ഫ്ലൈസ് ആർ ഹോവറിങ് ഓവർ ദ ഫ്രൂട്ട്സ് ഇൻ ദ ബാസ്ക്കറ്റ് എ. ദ ഫ്രൂട്ട്സ് ഇൻ ദ ബാസ്ക്കറ്റ് ബി ആർ കോട്ടഡ് വിത്ത് ഹാംഫുൾ പെസ്റ്റിസൈഡ്സ്. ബിയിലുള്ള ബാസ്ക്കറ്റിലുള്ള ഫ്രൂട്ട്സ് പെസ്റ്റിസൈഡ് ചെയ്തിട്ടുണ്ട്. പെസ്റ്റിസൈഡ് മീൻസ് കീടനാശിനി ഉപയോഗിച്ചിട്ടുണ്ട്. ഹെൻസ് ദ ഫ്ലൈസ് ഫ്ലൂ അവേ ഫ്രം ദ ബാസ്ക്കറ്റ് ബി. അതുകൊണ്ടാണ് അവിടെ ഈ പ്രാണികളില്ലാത്തത്. ഇനി ആക്ടിവിറ്റി 4. ഇൻ കേരള വി ബൈ മോസ്റ്റ് ഓഫ് ദ വെജിറ്റബിൾസ് ആൻഡ് ഫുഡ് ഐറ്റംസ് ഫ്രം ദ മാർക്കറ്റ്. മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ കൂടുതൽ ഫുഡുകൾ വാങ്ങുന്നത്. ബട്ട് ദർ ആർ മെനി പീപ്പിൾ ഹു ഗ്രൂ വെജിറ്റബിൾസ് ആൻഡ് ഫുഡ് ഗ്രൈൻ ഇൻ ദയർ ഹൗസസ്, ഫാം, സ്കൂൾ. സ്കൂളിലും ഫാമിലും വീടുകളിലും ധാരാളം വെജിറ്റബിൾസ് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നെയിം സം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ദാറ്റ് യു ക്യാൻ കൾട്ടിവേറ്റ് അറ്റ് ഹോം ഇൻ യുവർ സ്കൂൾ. സ്കൂളിലോ വീട്ടിലോ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്ന വെജിറ്റബിൾസിൻ്റെ പേരെഴുതാനാണ്. വെജിറ്റബിൾസ് എന്തെല്ലാം ഉൾപ്പെടുത്താം? ടൊമാറ്റോ, ബിറ്റർ ഗ്രൗൺ, ക്യാബേജ്, കോളിഫ്ലവർ, പംകിൻ, കുക്കുംബർ, ഇങ്ങനെ തുടങ്ങിയിട്ട് എഴുതാം. ഫ്രൂട്ട്സ് മാംഗോ, പപ്പായ, ബനാന, പൈനാപ്പിൾ, ചിക്കു, ബ്ലാക്ക്ബെറി തുടങ്ങിയിട്ടുള്ളത് അവിടെയും എഴുതാം. ഇനി അതിലെ ആക്ടിവിറ്റി ബി. നൗ റൈറ്റ് ഡൗൺ ദ അഡ്വാൻറ്റേജ് ഓഫ് ഗ്രോയിങ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അറ്റ് ഹോം. ദ ഫോളോവിങ് ഹിൻസ് വിൽ ഹെൽപ്പ് യു. ഇവിടെ നിങ്ങൾക്ക് കുറച്ചു ഹിൻസുകൾ നൽകിയിട്ടുണ്ട്. അഡ്വാൻറ്റേജ് ഓഫ് ഗ്രോയിങ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അറ്റ് ഹോം. വെജിറ്റബിളും ഫ്രൂട്ട്സും വീട്ടിൽ ഉണ്ടാക്കുന്നതിൻ്റെ നേട്ടങ്ങൾ എഴുതാനാണ്. അപ്പോൾ അതിൽ ഹിൻസ് ഒന്ന് ഫ്രഷ് ആയിരിക്കും, പിന്നെ പെസ്റ്റിസൈഡ് ഫ്രീ ആയിരിക്കും, കീടനാശിനി ഉപയോഗിക്കാത്തതായിരിക്കും, ഹെൽത്തി ലൈഫ്, നമുക്ക് നല്ല ഹെൽത്തി ലൈഫ് നൽകും, ന്യൂട്രീഷൻ ഉണ്ടാകും, സ്ട്രെസ് റിഡക്ഷൻ, നമുക്ക് ഒരു സ്ട്രെസ്സൊക്കെ കുറക്കും, സാറ്റിസ്ഫാക്ഷൻ, നമുക്കൊരു സംതൃപ്തി ഉണ്ടാകും, അഡീഷണൽ ഇൻകം, ഒരു വരുമാന മാർഗമാണ്, നാച്ചുറൽ മാനറാണ്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പോഷകാഹാരമാണ്. അപ്പോൾ ഈ ഹിൻസുകൾ വെച്ചിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് ആക്ടിവിറ്റി 4 ബി. ഇനി ബാക്കി ആക്ടിവിറ്റി നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.